Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി പാലത്തിന്റെ കൈവരി തകർന്നു വീണ് പാലത്തിന് താഴെ പാർക്ക് ചെയ്ത കാറിന് കേടുപാട് സംഭവിച്ചു. നേരത്തെ ടാങ്കർ അപകടത്തിൽ തകർന്ന പാലത്തിന്റെ കൈവരി മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. തൊഴിലിടങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ച് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കരിവെള്ളൂർ ദിനേശ് BD കമ്പനിയിലും MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ആവേശോജ്വല സ്വീകരണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം തനിക്ക് ഉറപ്പാണെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. പഴയങ്ങാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ഏഴോത്തെ തമ്പുരാൻകുന്ന് ഇടിക്കുന്നതിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തൽ കെട്ടി സമരം തുടങ്ങി. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ഭാരവാഹി N സുബ്രഹ്മണ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പഴയങ്ങാടി പാലത്തിന്റെ കൈവരി തകർന്നു വീണ് പാലത്തിന് താഴെ പാർക്ക് ചെയ്ത കാറിന് കേടുപാട് സംഭവിച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത്. നേരത്തെ ടാങ്കർ അപകടത്തിൽ തകർന്ന പാലത്തിന്റെ കൈവരി മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. പാലത്തിന്റെ കൈവരിയുടെ പൊട്ടിയ കോൺക്രീറ്റ് തൂണ് കാറിന്റെ മുകൾ ഭാഗത്ത് വീഴുകയായിരുന്നു. കാറിന് കേടുപാട് സംഭവിച്ചു. അപകടം നടക്കുമ്പോൾ സമീപത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മാടായി ഗ്രാമപഞ്ചായത്തിൽ ട്രെയിനിങ്ങിന് വന്ന അടുത്തുള്ള സ്വദേശിയുടെ കാറിന് മുകളിലാണ് കോൺക്രീറ്റ് തൂൺ വീണത്. ടാങ്കർ അപകടം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും തകർന്ന ഭാഗത്ത് സുരക്ഷാ വേലിയൊരുക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. തകർന്ന കൈവരിയുടെ അവശിഷ്ടങ്ങൾ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അധികൃതരുടെ അനാസ്ഥ കാരണം വീണ്ടും അപകട സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ ഒരു 9 നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൊഴിലിടങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ച് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. സ്വാതന്ത്ര്യസമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ, പ്രഭാഷകനും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായ P അപ്പുക്കുട്ടൻ, മാപ്പിളപ്പാട്ട് കലാകാരൻ അസീസ് തായിനേരി എന്നിവരെ വീടുകളിലെത്തി സന്ദർശിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യസമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ, പ്രഭാഷകനും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായ P അപ്പുക്കുട്ടൻ, മാപ്പിളപ്പാട്ട് കലാകാരൻ അസീസ് തായിനേരി എന്നിവരെ വീടുകളിലെത്തി സന്ദർശിച്ചു. ജ്യോതിസദനത്തിൽ ജ്യോത്സ്യർ സദനം നാരായണൻ, ജ്യോത്സ്യർ മാധവ പൊതുവാൾ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജിലും വിദ്യാർത്ഥികൾ അഭിവാദ്യം അർപ്പിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം, പയ്യന്നൂർ സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിൽ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. TI മധുസൂദനൻ MLA, C സത്യപാലൻ, V നാരായണൻ, P സന്തോഷ്, P ശശിധരൻ, KV ഗോവിന്ദൻ, PP സിദിൻ, V കുഞ്ഞികൃഷ്ണൻ, M രാഘവൻ, K ഹരിഹർ കുമാർ, P ജയൻ, PV ദാസൻ, OP ലക്ഷ്മണൻ തുടങ്ങിയ LDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തനിക്ക് വിജയം ഉറപ്പാണെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി.
പഴയങ്ങാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം NDA സ്ഥാനാർത്ഥി ML അശ്വിനി വൈകിട്ടോടെ പഴയങ്ങാടിയിൽ എത്തി. എല്ലായിടത്തും നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചു. അതേപോലെ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ എല്ലാ ലീഡേഴ്സ് ഉണ്ട്. സോ എനിക്ക് പറയുന്നത് തന്നെ ഇനി വോട്ട് ഇലക്ഷൻ്റെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്നിട്ട് ഈ ഒരു ഇലക്ഷൻ നല്ല രീതിയിൽ വിജയിപ്പിച്ചിട്ട് കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ബാൻഡ് മേളത്തോടെ റോഡ് ഷോ നടന്നു. KV സുമേഷ്, സത്യൻ കരിക്കൻ, റജീബ് കല്യാശ്ശേരി, മധു മാട്ടൂൽ, സജീവൻ വെങ്ങര, K ഭാസ്കരൻ, AK ഗോവിന്ദൻ, P നാരായണൻ, പ്രശാന്ത് ചുള്ളേരി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏഴോത്തെ തമ്പുരാൻ കൊന്ന് ഇടിക്കുന്നതിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തൽ കെട്ടി സമരം തുടങ്ങി. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ഭാരവാഹി N സുബ്രഹ്മണ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഏഴോം പഞ്ചായത്തിലെ ചെങ്ങൽ പുല്ലാഞ്ഞിടിയിലെ തമ്പുരാൻ കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ സമരം ശക്തമാക്കി സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തൽ കെട്ടി സമരം തുടങ്ങി. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ഭാരവാഹി N സുബ്രഹ്മണ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഖനനത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ വളപ്പ് മുഴുവനൊന്നും ഖനനം ചെയ്യാൻ പറ്റില്ല. ഈ പ്രദേശത്ത് ഒരു തരി മണ്ണെടുക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റ വ്യവസ്ഥ പറയാം. 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന വീടുണ്ടാവാൻ പാടില്ല. 50 മീറ്ററിനുള്ളിൽ വില്ലേജ് റോഡ് പോലും ഉണ്ടാവാൻ പാടില്ല. ഈ റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് വില്ലേജ് റോഡൊന്നും അല്ല. സാധാരണ ഒരു വില്ലേജ് റോഡ് ഉണ്ടാവാൻ പാടില്ല. അതിർത്തിയിൽ നിന്ന്, സ്ഥലമുടമയുടെ അതിർത്തിയിൽ നിന്ന് 4 പാടും 25 മീറ്റർ ഉള്ളിൽ മാത്രമേ ഖനനം ചെയ്യാൻ പാടുള്ളൂ. പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാൻ അനുവദിക്കില്ലെന്നും പരിസ്ഥിതി മാനദണ്ഡം പാലിക്കാതെയാണ് കുന്നിടിക്കുന്നത് എന്നും സമരക്കാർ ആരോപിച്ചു. വരും ദിവസങ്ങളിലും സമരം ശക്തമായി തുടരും. സിനാൻ ഉമ്മർ അധ്യക്ഷത വഹിച്ചു. KP ചന്ദ്രാംഗതൻ, പ്രകാശൻ ചെങ്ങൽ, രാജൻ കുട്ടമത്ത്, KE കരുണാകരൻ, സതീഷ് കുമാർ കുഞ്ഞിമംഗലം, പാറയിൽ രാജൻ, MK രമേഷ് കുമാർ, KP മനോജ്, PK വിശ്വനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാലപ്പഴക്കത്താൽ കൽവേട്ടുകൾ നാശത്തിന്റെ വക്കിൽ. കടന്നപ്പള്ളി കുറ്റ്യാട്ടുംതാഴ പാടശേഖരത്തിൽ കൂടി കടന്നുപോകുന്ന റോഡിലെ 2 കൽവേട്ടുകളാണ് കാലപ്പഴക്കത്താൽ തകർന്ന് അപകട ഭീതി ഉയർത്തുന്നത്. കടന്നപ്പള്ളി കുറ്റ്യാട്ടുംതാഴെ പാടശേഖരത്തിൽ കൂടി കടന്നുപോകുന്ന റോഡിലെ 2 കൾവർട്ടുകളാണ് കാലപ്പഴക്കത്താൽ നാശത്തിലായിരിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളതിനാൽ കമ്പികൾ ദ്രവിച്ച കോൺക്രീറ്റുകൾ ഇളകിയ നിലയിലുമാണ്. ചന്തപ്പുര ഭാഗത്തു നിന്ന് വിളയാങ്കോട്ടേക്കും നിരവധി ആരാധനാലയങ്ങളിലേക്കും കടന്നുപോകുന്ന റോഡാണിത്. കടന്നപ്പള്ളി തെക്കേക്കര LP, കടന്നപ്പള്ളി UP ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലാണ് ഈ അപകടക്കെണി. കൾവർട്ടിന്റെ കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഭിത്തിയും തകർന്നിട്ടുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ശോചനീയാവസ്ഥയിലായ കൾവർട്ട് പുതുക്കിപ്പണിയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കോക്കാട് മുച്ചിലോട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം ധ്യാൻ ശ്രീനിവാസൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. 15 സംവത്സരങ്ങൾക്ക് ശേഷം 2024 ഡിസംബർ 11 മുതൽ 14 വരെ ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം പ്രശസ്ത സിനിമാ താരം ധ്യാൻ ശ്രീനിവാസൻ നിർവഹിച്ചു. മധു അർജുനാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. സിനിമാ സംവിധായകൻ സന്തോഷ് മണ്ടൂർ, MV രമേശൻ, TV ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കരിവെള്ളൂർ ദിനേശ് BD കമ്പനിയിൽ ആവേശോജ്വല സ്വീകരണം. കരിവെള്ളൂരിലെ തൊഴിലിടങ്ങളിലാണ് വ്യാഴാഴ്ച ബാലകൃഷ്ണൻ മാസ്റ്റർ സന്ദർശിച്ചത്. കരിവെള്ളൂർ ദിനേശ് BD കമ്പനിയിലെത്തിയ സ്ഥാനാർത്ഥിയെ തൊഴിലാളികൾ ചുവപ്പ് ഷാളണിയിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും സ്വീകരിച്ചു. ഏറെ നേരം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തു.
ഇതുവരെയുള്ള അനുഭവം വച്ച് നോക്കുമ്പോൾ LDFന്റെ വിജയം സുനിശ്ചിതമാണെന്ന് MV ബാലകൃഷ്ണൻ മാസ്റ്റർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഓരോ അസംബ്ലി മണ്ഡലത്തിലും 3 തവണ വീതം ഞങ്ങൾ പര്യടനം നടത്തിക്കഴിഞ്ഞു. വളരെ ആവേശകരമായ അനുഭവം മാത്രമല്ല, ഇപ്പം നിങ്ങൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ടാവും, ഓരോ സ്ഥലത്തൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ കേന്ദ്രങ്ങളിൽ പോവുകയാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് തൊഴിൽ ശാലകൾ, ഇതുപോലെയുള്ള ബീഡി കമ്പനികൾ, ഇതെല്ലാം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങളവിടെ കയറുകയും ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള ആവേശത്തിലാണ്. അഡ്വക്കേറ്റ് P. സന്തോഷ്, K. നാരായണൻ, P. രമേശൻ, MV അപ്പുക്കുട്ടൻ, പ്രദീപൻ, ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കരുവെള്ളൂരിലെ തൊഴിലിടങ്ങളിലാണ് വ്യാഴാഴ്ച LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ സന്ദർശിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രദീപ് മണ്ടൂർ എഴുതി നവാഗത സംവിധായകൻ മനോജ് K. സേതു ക്യാമറയും എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ച കുത്തൂട് എന്ന മലയാള സിനിമ മാർച്ച് 22-ന് പ്രദർശനം തുടങ്ങും. പയ്യന്നൂരിലെ കലാകാരന്മാർ ഒത്തൊരുമിച്ച സിനിമയാണ് കുത്തൂട്. ഫോർ ഫ്രണ്ട്സ് പ്രൊഡക്ഷൻസ് ഹൗസിന്റെ ബാനറിൽ KT നായർ, വേണു പാലക്കാൽ, കൃഷ്ണകുമാർ കക്കോട്ടമ, വിനോദ്കുമാർ കരിച്ചേരി എന്നിവർ ചേർന്ന് നിർമ്മിച്ച നവാഗത സംവിധായകൻ മനോജ് K. സേതു ക്യാമറയും എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ച കുത്തൂട് എന്ന സിനിമ മാർച്ച് 22-ന് പ്രദർശനം തുടങ്ങും. വിനോദ് മുള്ളേരിയ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയിൽ സന്തോഷ് കീഴാറ്റൂർ, സിജി പ്രദീപ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നാടക, സിനിമ നടീനടന്മാരായ അഭിജിത്ത്, ഉത്തമൻ, രവീന്ദ്രൻ പെരിയാട്ട്, ബാബു മണ്ടൂർ, തമ്പാൻ കൊടക്കാട്, പ്രകാശൻ വെള്ളച്ചാൽ, മദനൻ മാരാർ, രഞ്ജിത്ത് പൊതുവാൾ, സഞ്ജീവ്, ബീന കൊടക്കാട്, ലയ, പ്രേമലത തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ഡോക്ടർ ജിനേഷ് കുമാർ എരമം, പ്രദീപ് മണ്ടൂർ എന്നിവരെഴുതിയ ഗാനങ്ങൾക്ക് ജയചന്ദ്രൻ കാവുന്താഴിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. സിതാര കൃഷ്ണകുമാർ, അലോഷി ആദം എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിടുമ്പോഴും ടൂർണമെന്റിനായി ഒരുക്കിയ താൽക്കാലിക ഗാലറി മാറ്റാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. SFA അഖിലേന്ത്യാ ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ടൂർണമെന്റിനായി തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച ഗാലറിയാണ് പൊളിച്ചു നീക്കാതെ കിടക്കുന്നത്. ജനുവരി 20 മുതൽ ഫെബ്രുവരി 28 വരെയാണ് ഗ്രൗണ്ട് ടൂർണമെന്റിനായി സ്കൂൾ വിട്ടുകൊടുത്തിരുന്നത്. ഗാലറി പൊളിച്ചു മാറ്റാത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ സംഘാടക സമിതി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ മാർച്ച് 25-നകം നീക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ മാസം 30-ന് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ വെച്ചാണ് നടക്കുന്നത്. 30-ാം തീയതി നമുക്ക് നമ്മുടെ സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ ഒരു വലിയൊരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. ഈ കാര്യവും ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളും അതുപോലെ തൊട്ടടുത്തുള്ള 3 സ്കൂളിൻ്റെയും കൂടി SPC സീനിയർ കാഡറ്റ്സിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് അവിടെ നടക്കാൻ പോവുകയാണ്. ഈ വിവരം ഞാൻ അറിഞ്ഞ ഉടൻ തന്നെ ഇവരെ സംഘാടകരെ അറിയിച്ചിരുന്നു. അതും അറിയിച്ചിട്ടും ഇപ്പോഴും നമുക്ക് ഒരു വ്യക്തമായ ഒരു ഉത്തരം കിട്ടിക്കാണുന്നില്ല. സംഘാടക സമിതി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായിക്കാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി സഹസ്രദീപവും കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾ ക്ഷേത്രമുറ്റത്തും അരയാൽ തറയിലും സഹസ്രദീപങ്ങൾ തെളിയിച്ചു. തുടർന്ന് കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. താവം വനിതാ കൂട്ടായ്മ, ധ്വനി കക്കമ്പാറ, പരിയാരം വനിതാ കൂട്ടായ്മ തുടങ്ങിയ കലാകാരന്മാരുടെ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും മറ്റു കലാപരിപാടികളും ഉണ്ടായി. തേജ് കിരൺ അവതരിപ്പിച്ച കീബോർഡ് വായനയും ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സംഗീതാധ്യാപിക ശ്രീകലാ പ്രേംനാഥ്, ക്ഷേത്രകലാ അക്കാദമി വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് നടത്തിയ സംഗീതാർച്ചനയും കാഴ്ചക്കാരിൽ നവ്യാനുഭവം പകർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാതയ്ക്കരികിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലായാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലായാണ് വീണ്ടും മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകെട്ടുകളിലുമായാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളും ധാരാളമായുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങളും മാംസമാലിന്യവും ഉള്ളതിനാൽ തെരുവ് നായ ശല്യവും ഈ പ്രദേശത്തുണ്ട്.
ഇത് കാൽനടയാത്രക്കാർക്കും ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും ഉൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റോഡിന് സമീപത്തെ അലക്യം വരെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ CCTV ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയായും ഒന്നും നടപ്പിലായിട്ടില്ല. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് പട്രോളിംഗ് കർശനമാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കുകയും മാലിന്യം തള്ളുന്നവരെ പിടികൂടി തക്കതായ ശിക്ഷ നടപ്പിലാക്കണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ റംസാൻ റിലീഫിന് തുടക്കമായി. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. അലൈൻ KMCC തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെയുള്ള കൈത്താങ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് തല റംസാൻ റിലീഫ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാത്തിനും വില കൂടിയ കാലം, അത്തരമൊരു കാലത്താണ് ഒരു വിശുദ്ധമായ റമദാൻ മാസം സുഭിക്ഷമായി അവർ കഴിഞ്ഞുകൂടാൻ ആവശ്യമായ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അടങ്ങിയ പല കിറ്റുകൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അലൈൻ KMCയുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും ഈ സദുദ്യമം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് PP റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി VV അബ്ദുള്ള ഹാജി, അബുദാബി പഞ്ചായത്ത് KMCC ട്രഷറർ നവാസ് മൈദാനി, ലോയേഴ്സ് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MTP കരീം, OT അഹമ്മദ് ഹാജി, PKM കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ്, പരിയാരം, MRCD എന്നിവയുടെ സഹകരണത്തോടെ പയ്യന്നൂരിലെ മലബാർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് സെന്ററിൽ വേൾഡ് ഡൗൺ സിൻഡ്രോം ദിനം ആചരിച്ചു. IAP പരിയാരം പ്രസിഡന്റ് ഡോക്ടർ M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ, ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ്, പരിയാരം ലൈഫ് ഓഡിയോളജി, പയ്യന്നൂർ MRCD എന്നിവയുടെ സഹകരണത്തോടെ പയ്യന്നൂരിലെ മലബാർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് സെന്ററിൽ വേൾഡ് ഡൗൺ സിൻഡ്രോം ദിനം ആചരിച്ചു. IAP പരിയാരം പ്രസിഡന്റ് ഡോക്ടർ M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കിവിടെ പരിപാടി നടത്താം, അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ റോട്ടറിന്റെ പ്രസിഡന്റ് നമ്മുടെ പീഡിയാട്രീഷ്യൻ തന്നെയാണ്. പിന്നെ അതുകൊണ്ട് ഇത് എന്തായാലും നമുക്ക് വിജയപ്രദമായിട്ട് ഇനി അങ്ങോട്ട് ഈക്വൽ അങ്ങോട്ട് ഫുള്ള് നമുക്ക് ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കൽ കൂടി വാങ്ങിയിരുന്നു. റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ പ്രസിഡന്റ് രഞ്ജിത് കുമാർ T അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഡോക്ടർ VC രവീന്ദ്രൻ, ഡോക്ടർ അഞ്ജലി, ചിത്ര, MRCD ഹെഡ് മിസ്റ്റേഴ്സ് ശോഭ, ഗംഗാധരൻ മേലേടത്ത്, ഉണ്ണി, റോട്ടറി സെക്രട്ടറി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം MRCD വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടികൾ IRPC ജോയിന്റ് കൺവീനർ മുകുന്ദൻ നയിച്ചു. MRCD, റോട്ടേറിയൻസ്, ആൻസ് എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൂരമഹോത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ശ്രീ കൊറ്റി കണ്ണങ്കാട്ട് നിന്നും പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് അരങ്ങിൽ അടിയന്തരത്തോടുകൂടി ദേവനർത്തകരുമായി ചേർന്ന് പൂരക്കളി നടത്തും. രാമന്തളി കോടിയത്ത് ശ്രീ പ്രമാഞ്ചേരി ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അടയാളം കൊടുക്കൽ ചടങ്ങ് ക്ഷേത്രസന്നിധിയിൽ നടന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി പാലത്തിന്റെ കൈവരി തകർന്ന് വീണ് പാലത്തിന് താഴെ പാർക്ക് ചെയ്ത കാറിന് കേടുപാട് സംഭവിച്ചു. നേരത്തെ ടാങ്കർ അപകടത്തിൽ തകർന്ന പാലത്തിന്റെ കൈവരി മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. തൊഴിലിടങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ച് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കരിവെള്ളൂർ ദിനേശ് BD കമ്പനിയിലും MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ആവേശോജ്വല സ്വീകരണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം തനിക്ക് ഉറപ്പാണെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. പഴയങ്ങാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ഏഴോത്തെ തമ്പുരാൻ കുന്ന് ഇടിക്കുന്നതിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തൽ കെട്ടി സമരം തുടങ്ങി. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ഭാരവാഹി N സുബ്രഹ്മണ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.